നമസ്കാരം. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് പ്രോസസ്സസ് ആണ്. ശരിക്കും കൊഗ്നിറ്റീവ് പ്രോസസ്സസ് എന്ന് തന്നെ പറയണം. കുറേയേറെ പ്രോസസ്സസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കൊഗ്നീഷൻ, ഇതെല്ലാം ജനറൽ സൈക്കോളജിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഭാഗമാണ്. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. Cognition is a term referring to the mental processes involved in gaining knowledge and comprehension. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നോളജ് കിട്ടാനായിട്ട്, അതോടൊപ്പം തന്നെ അതിന് ചില സമയങ്ങളിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി കോംപ്രിഹെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടോ കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മുടെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കാറുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഈ സെഷനിൽ തന്നെ ബാക്കി വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു മെൻ്റൽ പ്രോസസ്സാണ്. അതിനുവേണ്ടി കുറേയേറെ മെൻ്റൽ പ്രോസസ്സസ് നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഓൾ ടുഗദർ പ്രോസസ്സ് അല്ലെങ്കിൽ കൊഗ്നീഷൻ എന്ന് പറയുന്നത്. ദീസ് പ്രോസസ്സസ് ഇൻക്ലൂഡ് തിങ്കിങ്, നോയിങ്, റിമെമ്പറിങ്, ജഡ്ജിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. These are higher level functions of the brain and encompass language, imagination, perception and planning. നമുക്കറിയാം, ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറേയേറെ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ശരിയല്ലേ? യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ട്. കാരണം ഇതിനു മുമ്പ് നമുക്ക് അതിനെപ്പറ്റി ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടെങ്കിൽ അത് തന്നെയാണോ ഇത് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട്. അതിനെപ്പറ്റി അറിയുന്നുണ്ട്. നോവിങ്, റിമെമ്പറിങ്, ജഡ്ജിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, ഈ പ്രോസസ്സസ് എല്ലാം കൊഗ്നീഷനിൽ വരുന്നുണ്ട്. ദീസ് ആർ ഹയർ ലെവൽ ഫങ്ഷൻസ് ഓഫ് ദി ബ്രെയിൻ. അത് ബ്രെയിൻ്റെ ഒരു ഹയർ ലെവൽ ഫങ്ഷനാണ് ഈ കൊഗ്നിറ്റീവ് പ്രോസസ്സസ് എല്ലാം. അത് ലാംഗ്വേജ്, ഇമാജിനേഷൻ, പെർസെപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ അത് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഈ കൊഗ്നിറ്റീവ് പ്രോസസ്സ് ഉപയോഗിക്കുന്നുണ്ട്. The study of how we think dates back to the time of ancient Greek philosophers Plato and Aristotle. നമ്മൾ നേരത്തെ സൈക്കോളജി ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനീഷ്യലി സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന രീതിയിൽ തുടങ്ങിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ പിന്നീട് വന്ന എൻക്വയറീസ് അല്ലെ പിന്നീട് വന്ന ഫിലോസഫേഴ്സ്, നമുക്കറിയാം ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി. സമയത്ത് നമുക്കറിയാം ഇനീഷ്യലി സ്റ്റഡി ഓഫ് മൈൻഡ് ആണെങ്കിൽ വീണ്ടും എങ്ങനെയാണ് മെൻ്റൽ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ വീണ്ടും സ്റ്റഡി ഓഫ് ബിഹേവിയർ, അങ്ങനെ പലതരത്തിൽ വന്ന് അവസാനം നമ്മൾ പറയുന്നത് സൈക്കോളജി ഈസ് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ട്രാൻസിഷൻ ശരിക്കും സൈക്കോളജിയുടെ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇനീഷ്യലി, അതായത് ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ ചിന്തിക്കുന്നു, മനുഷ്യൻ്റെ മെൻ്റൽ പ്രോസസ്സസ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത പ്ലേറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു. പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പ്ലേറ്റോയുടെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ, പ്ലേറ്റോ ആർഗ്യൂഡ് ദാറ്റ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് by first identifying the basic principles buried deep inside themselves and then using rational thought to create knowledge. This viewpoint was later advocated by philosophers such as René Descartes and linguist Noam Chomsky. ഇപ്പം നോം ചോസ്കി, ദെക്കാർത്തെ നമ്മൾ കണ്ടിരുന്നു, രണ്ടാളുകളെ നേരത്തെ ക്ലാസ്സുകളിൽ. ഇവരൊക്കെ ശരിക്കും പ്ലേറ്റോയുടെ ബിലീഫ് എന്താണോ അതിനെ അനുകൂലിച്ച് പോകുന്ന ആളുകളാണ്. അപ്പോൾ പ്ലേറ്റോ വിശ്വസിച്ചിരുന്ന എന്താണ്, ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഓൾറെഡി ഉണ്ട്, അവൻ്റെ ജെനറ്റിക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെ അവൻ്റെ ഡീപ്പ് ഇൻ ഹാർട്ട് അവനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പുതിയൊരു സംഭവം കാണുമ്പോൾ, പുതിയൊരു സ്റ്റിമുലസോ പുതിയൊരു ഇവൻറ്റോ പുതിയുള്ള ഒരു ഒബ്ജക്റ്റോ കാണുമ്പോൾ അവൻ്റെ പണ്ട് അവൻ്റെ മനസ്സിലുള്ള നേരത്തെ അവൻ്റെ ഉള്ളിലുള്ള കാര്യവുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവൻ പഠിക്കുന്നത്, അല്ലെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ദിസ് വ്യൂ പോയിന്റ് വാസ് ലേറ്റർ അഡ്വക്കേറ്റ് ബൈ ഫിലോസഫി. നമ്മൾ പറഞ്ഞത് ദെക്കാർത്തെ, നോം ചോസ്കിയൊക്കെ സപ്പോർട്ട് ചെയ്തു. ഈ അപ്രോച്ചിനാണ് ശരിക്കും ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ് റാഷണലിസം. അപ്പോൾ റാഷണലിസം അല്ലെ റാഷണൽ തിങ്കിങ് നമ്മളൊക്കെ പറയുന്നുണ്ട്. റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തലുകൾ നടത്തുന്നത് എങ്ങനെയാണ്? ഓൾറെഡി നമുക്കുള്ള ഒരു മെൻ്റൽ ഇമേജ് ഉണ്ട്, അതിൻ്റെ ബേസിൽ പുതിയൊരു സംഭവം കാണുമ്പോൾ അതാണോ ഇത് എന്നുള്ള രീതിയിൽ. ശരിക്കും റാഷണലിസം എന്ന് പറയുന്നത്
അങ്ങനെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെ ബേസിൽ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് റാഷണലിസം. ഇപ്പോൾ പ്ലേറ്റോയുടെ ഒരു ബിലീഫ് റാഷണലിസവുമായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ഓൺ ദ അതർ ഹാൻഡ് ബിലീവ് ദാറ്റ് പീപ്പിൾ അക്വയർ ദെയർ നോളജ് ത്രൂ ദെയർ ഒബ്സർവേഷൻസ് ഓഫ് ദി വേൾഡ് അറൗണ്ട് ദം. Later thinkers including Locke, John Locke and B.F. Skinner also advocated this point of view, which is often referred to as empiricism. അപ്പോൾ അരിസ്റ്റോട്ടിൽ, അതിനുശേഷം വന്ന അരിസ്റ്റോട്ടിലിനെ സപ്പോർട്ട് ചെയ്തു വന്ന ലോക്ക്, സ്കിന്നർ, ഇവരെല്ലാം പറഞ്ഞു മനുഷ്യൻ ചിന്തിക്കുന്നത്, അവൻ്റെ നോളജ് അക്വയർ ചെയ്യുന്നത് അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒബ്സർവേഷൻ ഈസ് ദ ബേസിക് മെത്തേഡ് ടു എനി സ്റ്റഡി എന്ന്. അപ്പോൾ അവൻ്റെ ഇൻസൈഡിൽ എന്താ പറയുന്നത്, ഡീപ്പ് ബറിഡ് ആയിട്ടൊന്നുമില്ല, ജെനറ്റിക്സോ അങ്ങനെയുള്ള സംഭവങ്ങളല്ല, മറിച്ച് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അവൻ ഒബ്സർവ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി ലേൺ ചെയ്യുന്നതാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യമേ നമ്മൾ റാഷണലിസം പറയുന്നു, രണ്ടാമത് എംപിരിസിസം പറയുന്നു. റാഷണലിസത്തിൽ ഓൾറെഡി ഒരു എന്താ പറയുന്നത്, പ്രീ ആയിട്ടുള്ള ഒരു ഇമേജ്, മെൻ്റൽ ഇമേജോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള നോളജോ ഉള്ളിലുണ്ട്. പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് റാഷണലിസം എങ്കിൽ. എംപിരിസിസം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. പുതിയ കാര്യങ്ങൾ കാണുന്നു, കണ്ട് പഠിക്കുന്നു, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ, അതായത് ബിഹേവിയറിസം നമ്മൾ പഠിച്ചില്ലേ, ആ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. Okay, then during the earliest days of psychology and for the first half of the 20th century, psychology was largely dominated by the psychoanalysis, behaviorism and humanism. Eventually, a formal field of study devoted to the study of cognition emerged as part of the cognitive revolution in 1960s. The field of psychology concerned with the study of cognition is also known as കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അതിൻ്റെ ഒരു എൻട്രിയാണ് സൈക്കോളജിയുടെ ഒരു മെയിൻ റിലേം അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സ്കൂൾസ് ഓഫ് തോട്ട് പറഞ്ഞു സൈക്കോളജിയിൽ. അവിടെ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ഗസ്റ്റാൾട്ട് സൈക്കോളജി, സൈക്കോ അനാലിസിസ് എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നു. അവിടെയാണ് ശരിക്കും സൈക്കോളജിയുടെ ഹിസ്റ്ററി, സ്കൂൾസ് ഓഫ് തോട്ടിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇവിടെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ ബിഹേവിയറിസം, ഹ്യൂമനിസം അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി 1960s കോഗ്നിറ്റീവ് റെവല്യൂഷനോട് ചേർന്നിട്ട് കോഗ്നിറ്റീവ് സ്കൂൾ ഓഫ് സൈക്കോളജി വരുന്നത്. ദെൻ ഫീൽഡ് ഓഫ് സൈക്കോളജി, അത് കോഗ്നിറ്റീവ് സൈക്കോളജി വരുന്നത്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഡെഫിനിഷൻസ് ഓഫ് കോഗ്നിഷൻ വാസ് പ്രസൻറ്റഡ് ഇൻ ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ കോഗ്നിറ്റീവ് സൈക്കോളജി പബ്ലിഷ്ഡ് ഇൻ 1967. നമുക്കറിയാം 1960s ഇതിൻ്റെ എൻട്രി എങ്കിൽ, കോഗ്നിറ്റീവ് റെവല്യൂഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സൈക്കോളജിയും വന്നെങ്കിൽ നെയ്സർ 1967 ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കൊഗ്നിഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദോസ് പ്രോസസ്സസ് by which the sensory input is transformed, reduced, elaborated, stored, recovered and used. ഇതിൻ്റെ എല്ലാം ആകത്തുക, ആ പ്രോസസ്സിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് കൊഗ്നിഷൻ എന്നാണ് നെയ്സർ പറഞ്ഞത്. ശരിക്കും ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ, റെഡ്യൂസൽ, ഇലാബറേഷൻ, സ്റ്റോർ ചെയ്യുന്നു, റിക്കവറി, പിന്നെ അതിന് വേണ്ടി ഫർദർ യൂസിന് വേണ്ടിയിട്ട് ഫർദർ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ എല്ലാം ആകെത്തുകയാണ് കൊഗ്നിഷൻ എന്നാണ് നെയ്സർ പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് ഈ ഡെഫിനിഷനെ ഒന്ന് നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും, എന്താണ് കൊഗ്നിഷൻ അല്ലെ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, കൊഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെയ്സറിൻ്റെ ഡെഫിനിഷൻ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് സെൻസറി ഇൻപുട്ടാണ്. ആസ് യു ടേക്ക് ഇൻ സെൻസേഷൻ ഫ്രം ദ വേൾഡ് അറൗണ്ട് യു, the information that you see, hear, taste, touch and smell must first be transformed into signals that your brain can understand. The perceptual process allows you to take in sensory information and convert into a signal that your brain can understand and act upon. നമുക്കറിയാം ട്രാൻസ്ഫോമിങ് സെൻസറി ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫംഗ്ഷനാണ്, നമുക്കുള്ളിലെ ഒരു ഫംഗ്ഷനാണ്. അതെന്താണ് യഥാർത്ഥത്തിൽ? ഞാൻ ക്ലാസ്സിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു ഫാൻ കാണുമ്പോൾ അതിൻ്റെ ലീഫ് കാണുന്നുണ്ട്, മോട്ടർ കാണുന്നുണ്ട്, അല്ലെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പല പാർട്ടുകളായിട്ടുള്ളതാണ് കാണുന്നത്. അതിൽ നിന്നൊരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അതൊരു ഫാനാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു.
ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന സ്റ്റിമുലസുകളുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ കാണുന്നുണ്ട് ലോകത്തിൽ, അല്ലേ? പല കാര്യങ്ങൾ കാണുന്നുണ്ട്, പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാണുന്ന കാര്യങ്ങൾ ബ്രെയിനിന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുക്കണം. കാണുന്നത് മാത്രമല്ല, നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അല്ലേ? ഈ സെൻസ് ഓർഗൻ വഴി കിട്ടുന്ന കാര്യങ്ങൾ ബ്രെയിനിലേക്ക് സിമ്പലുകളാക്കി ട്രാൻസ്ഫോം ചെയ്ത്, അല്ലെ, സെൻസറി ഇൻപുട്ടിനെ കിട്ടുന്ന ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്ത് വിടുന്ന പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ, റെഡ്യൂസിങ് സെൻസറി ഇൻഫർമേഷൻ. ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് ആൻ എൻഡ്ലെസ് എമൗണ്ട് ഓഫ് sensory experiences. To make meaning out of all this incoming information, it is important for your brain to be able to reduce your experience of the world down to the fundamentals. നമുക്കറിയാം, ലോകത്ത് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ, അല്ലെ, നടക്കുന്ന വെളിയിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നിൽക്കുക, എന്തേറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ റെഡ്യൂസിങ് സെൻസറി ഇൻഫർമേഷൻ, വേണ്ട കാര്യങ്ങൾ മാത്രം റെഡ്യൂസ് ചെയ്ത് അകത്തേക്ക് എടുക്കുന്നുണ്ട്. ആ പ്രോസസ്സും കൊഗ്നീഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്, കൊഗ്നീഷൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എലാബറേറ്റിംഗ് ഇൻഫർമേഷൻ. ഇൻ അഡീഷൻ ടു റെഡ്യൂസിങ് ഇൻഫർമേഷൻ ടു make it more memorable and understandable, people also elaborate on these memories as they reconstruct them. നമുക്കറിയാം, നമ്മളിപ്പോൾ പലപ്പോഴും തമാശയ്ക്കായിട്ട് പറയുന്നുണ്ട്, പലരും ഭയങ്കര തള്ളുകാരുണ്ടെന്ന്, അല്ലേ? തള്ളി മറിക്കുക എന്ന് പറയും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കുമുള്ള ഒരു കാര്യത്തെ പർവ്വതീകരിച്ച് വലുതാക്കി കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ തള്ളുക എന്നൊക്കെ പറയുന്നത്, ശരിയല്ലേ? ഇവിടെ ഇലാബറേറ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ, അത് ചെറുതാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മളുടെ കയ്യിൽ നിന്നും കൂടിയുള്ള കാര്യങ്ങൾ ഇട്ട് അതിനെ പൊലിപ്പിച്ചാണ് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? ഒരു കഥ ഞാൻ കേട്ടാൽ അത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എൻ്റേതായിട്ടുള്ള ഒരു ആത്മാംശം കൂടി കലർന്നിട്ടായിരിക്കും, എൻ്റെ വ്യൂസും കൂടി അതിൻ്റെ അകത്തേക്ക് കലർത്തി കണ്ടാമിനേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ക്ലിയർ ആയോ? ഇവിടെ എലാബറേറ്റിംഗ് ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരു എലാബറേഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഒരു വർദ്ധിപ്പിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു, അതാണ്. ദെൻ സ്റ്റോറിങ് ആൻഡ് റിക്കവറിങ് ഇൻഫർമേഷൻ. Memory is a major topic of interest in the field of cognitive psychology. How we remember, what we remember, and what we forget reveal a great deal about how the cognitive processes operate. While people often think of memory as being much like a video camera, carefully recording and cataloging life events and storing them away for later recall. ഇവിടെ നമുക്ക് സ്റ്റോറിങ് ആൻഡ് റിക്കവറിങ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കൊഗ്നിറ്റീവ് പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അല്ലേ, നമ്മൾ പോകുന്ന വഴിക്ക്, ഞാൻ പറഞ്ഞു സെലക്റ്റീവാണ്, നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ കാര്യങ്ങളെ നമ്മളുടെ മെമ്മറി കൊണ്ട്, നമ്മളുടെ എന്താ പറയുന്നത്, ഓർമ്മയിലേക്ക് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. അതിനെയാണ് ശരിക്കും സ്റ്റോറിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ഫോർ എന്താ പറയുന്നത്, മുന്നോട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ല, റിക്കവറിങ് ഇൻഫർമേഷൻ, സ്റ്റോറിങ് ആൻഡ് റിക്കവറിങ് ഇൻഫർമേഷൻ, ഈ കാര്യങ്ങളും കൊഗ്നീഷൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നു. ദെൻ യൂസിങ് ഇൻഫർമേഷൻ. കൊഗ്നീഷൻ ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ തിങ്സ് ദാറ്റ് go on inside but also how these thoughts and mental processes influence our actions. Our attention to the world around us, memories of past events, understanding of language, judgments about the world works and abilities to solve problems all contribute to how we behave and interact with our surrounding environment. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും. അതാണ് നമ്മളുടെ ബിഹേവിയർ എന്നും പറയുന്നത്, ശരിയല്ലേ? നമ്മൾ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ബിഹേവിയർ ഉണ്ടാകുന്നത്? ലേണിംഗ് തിയറി പറയുന്നത് എന്താ? ബിഹേവിയറിസം പറയുന്നത് എന്താ? നമ്മളുടെ ചുറ്റുമുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആളുകളെ അസസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നു അതാണ് യൂസിങ് ഇൻഫർമേഷൻ. നമ്മൾ ഒരു എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡിസിഷനുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ട കാര്യങ്ങളുണ്ട്. എന്താ ഇപ്പോൾ അതിന് ഒരു ഫ്യൂച്ചറുണ്ടോ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നിൽക്കുകയാണെങ്കിൽ മുന്നോട്ട് അതുകൊണ്ട് ഗുണമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പലയിടത്തു നിന്നായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റോർ ചെയ്ത് വെച്ച് അതിൻ്റെ
ഇതിലാണ്, അതിൻ്റെ ബേസിലാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. മനസ്സിലായോ? കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി പലപ്പോഴായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുക, പലപ്പോഴായിട്ട് നിങ്ങളെ ഹർട്ട് ചെയ്യുന്നു. അതായത് ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം അയാൾ നിങ്ങളെ ഹർട്ട് ചെയ്യുന്നു, നിങ്ങളെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നു, വെർബലി പലതരത്തിലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, കളിയാക്കുന്നു, ടീസ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ സദസ്സിലുണ്ടായിരിക്കാൻ ശ്രമിക്കും. വീണ്ടും വീണ്ടും അയാൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ സെലക്റ്റീവായിട്ട് ഇയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയല്ലേ. നമ്മളുടെ സർക്കിളുകളിൽ നിന്ന് നമ്മൾ ഇയാളെ ഒഴിവാക്കും, അല്ലെങ്കിൽ ആ വ്യക്തി വരുമ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്ന് ഒഴിവാകും. എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി വന്നാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നതെന്ന് മനസ്സിലാക്കി, അയാൾ ഒരു നെഗറ്റീവ് എനർജി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറുകയാണ്. അതെങ്ങനെ നമുക്ക് കിട്ടി? നമ്മൾ ഇയാളുടെ കയ്യിൽ നിന്ന് റെസ്പോൺസസ് ഉണ്ടായി അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പതിയെ മാറുന്നു. അതാണ് ഇവിടെ ഒരു ആക്ഷൻ കമ്പണൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ മെമ്മറീസ് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ് മനസ്സിലായല്ലോ. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ജഡ്ജ്മെൻറ്റ് അബൌട്ട് ഹൗ ദ വേൾഡ് വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. ഇതാണ് മേജറായിട്ടും കോഗ്നിറ്റീവ് പ്രോസസ്സസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫർദർ ക്ലാസ്സുകളിൽ നമുക്ക് ഈ താഴെ പറയുന്ന ടോപ്പിക്കുകൾ പഠിക്കാം. അറ്റൻഷൻ എന്താണ്, അതിൻ്റെ എന്താണ് ആ പ്രോസസ്സ്, അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്, എലമെൻറ്റ്സ് ഓഫ് അറ്റൻഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാമാണ് അറ്റൻഷനിൽ വരുന്നത്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അത് വെച്ച് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ അറിയുന്നു, ആ കാര്യങ്ങളാണ് സെൻസേഷനിൽ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങൾ, സെൻസ് ഓർഗനിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അതിനൊരു മീനിങ് കൊടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഠനം, എങ്ങനെ നമ്മൾ പഠനം നല്ല രീതിയിൽ ചെയ്യുന്നു. അത് ലേണിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയർ ലേൺഡ് ആണെന്ന് നമ്മൾ പറയുന്ന ബിഹേവിയറിസം, ഇതെല്ലാം. പിന്നെ പറയുന്നത് മെമ്മറിയെ പറ്റിയിട്ടാണ്. മെമ്മറി നമുക്കറിയാം, തിങ്കിങ്, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ളതെല്ലാമാണ് മേജറായിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ഓരോന്നും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അതുവരെ ബൈ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റിൽ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടിൽ ദെൻ ബൈ.